കേൾക്കുന്നതിന് വേണ്ടി ചില ശിശുക്കളെ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. സൺഡേ സ്കൂൾ പ്രവേശനോത്സവത്തിനോടനുബന്ധിച്ച് സ്വാഗതം പറയുന്നതാണ് എന്റെ കർത്തവ്യം. ആദ്യമായി ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട നമ്മുടെ ഇടവക വികാരി ബിജു അച്ഛനെ സ്വാഗതം ചെയ്തു. ഇടവകയിലേക്ക് നമ്മോട് കൂടെ ആയിരിക്കുവാനും നമ്മെ മുന്നോട്ട് നയിക്കുവാനുമായി കടന്നു വന്നിരിക്കുന്ന നമ്മുടെ സ്നേഹ ബഹുമാനപ്പെട്ട സിസ്റ്റർ ഡോണയെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. സൺഡേ സ്കൂളിലേക്ക് ഏറെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ സിസ്റ്റർ ഡോണ സ്വാഗതം ചെയ്യും. അവിടെ ഇടപാട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അല്ലെങ്കിൽ മാതാപിതാക്കൾ എത്തിക്കുന്നത് എങ്ങനെയെങ്കിലേക്ക് പോയാൽ മതി, എവിടെ എത്തുന്നു അവിടെ പോയി വട്ടം വരയ്ക്കാന്നാണ്. നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ ആദ്യം ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകണം. അപ്പൊ 1ാം ക്ലാസ്സിലേക്കാര് പിള്ളേര് നമ്മുടെ കുട്ടികൾ നല്ല ലക്ഷ്യം വെച്ച് നിങ്ങൾക്ക് നന്നായിട്ട് പോകാൻ വേണ്ടി സാധിക്കട്ടെ. അന്ന മരിയ ബിജോ, അന്ന മരിയ ബിജോ. മൂന്നാമതായിട്ട് സ്വാഗതം ചെയ്യുന്നു എലീന ഈസ്റ്ററിയ. സിസ്റ്റർ, മതാധ്യാപകരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദിവ്യകാരുണ്യത്തെ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദുവായി കണ്ട് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ വെബ്സൈറ്റ് രൂപകൽപ്പന ചെയ്ത് ദിവ്യകാരുണ്യത്തിന്റെ ശക്തി ലോകം മുഴുവൻ അറിയിക്കാൻ ശ്രമിച്ചു. കാർലോ അക്യൂട്ടീസിന്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ മറ്റുള്ളവരിലെ പകർന്നവരായി മാറാൻ വിശ്വാസ പരിശീലനത്തിലൂടെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമ്മുടെ ഇടവകയുമായി ബഹുമാനപ്പെട്ട സിസ്റ്റർ ഡോണ, സെക്രട്ടറി, ട്രസ്റ്റി, മതാധ്യാപകരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നമുക്കറിയാം നമ്മുടെ രൂപത ഒന്നാകെ ഇന്ന ദിവസം സൺഡേ സ്കൂളിലെ പ്രവേശനോത്സവം കൊണ്ടാടുകയാണ്. യേശുവിന്റെ ജീവിതം എത്രയോ തിരക്കേറിയതായിരുന്നുവെങ്കിലും ശിശുക്കളെ ആശീർവദിക്കുവാൻ അവിടുന്ന് സമയം കണ്ടെത്തി. കാരണം അവിടുന്ന് ശിശുക്കളെ പോലെ ചെറുതായവരെ തേടി വന്നവരാണ്. വിനീത ഹൃദയത്തിന്റെ ഉടമകളെയാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ഇനി ദൈവത്തിന്റെ കരുതലും സ്നേഹവും വിളിച്ചോതുന്ന ചില ബൈബിൾ വചനങ്ങൾ നമുക്ക് കുട്ടികളെ കുട്ടികളെ എല്ലാ കണ്ടുകളും നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കും. ഹോളോസോസ് ഇത് കണ്ടാണ് പ്രേരിതമാണ്. ഹോളോസോസ് 3:20. ശിശുക്കളെ പോലെ സ്വർഗരാജ്യം ലോകത്തിന്റെ വെളിച്ചമാണ്. സ്വയം ഗ്രഹിക്കുന്ന മെഴുകുതിരി പോലെ പ്രകാശം ചൊരിയുന്നവരാണ്. ദൈവത്തിന്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ.
തന്ന